പ്രിയമിത്രങ്ങളെ, ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത കഴിഞ്ഞ 2 വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടി നന്ദി. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഓർപ്പിച്ചത് ശാസ്ത്രം പറഞ്ഞ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർ ബൈബിളിനെ എതിർക്കുവാൻ വേണ്ടി ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളാണോ സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണോ ഉപയോഗിക്കുന്നതെന്ന് ആദ്യമേ നിങ്ങൾ പരിശോധിക്കണം. കാരണം ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കപ്പെടാത്തതല്ലാത്തത് കൊണ്ട് അവ ഒരു രീതിയിലുള്ള ആർഗ്യുമെന്റ് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ സ്ഥാപിക്കപ്പെട്ടതായതുകൊണ്ട് അത് ഉപയോഗിക്കാം. ആൻഡ് ഇന്ന് വരെ ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുത പോലും അല്ലെങ്കിൽ ഒരു സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുത പോലും ബൈബിളിനെതിരെ പോയിട്ടില്ല. ഇത് വീഡിയോ 1 ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ഓർപ്പിച്ചത് ചൊവ്വായിൽ വെള്ളം കണ്ടുപിടിച്ചു, അതുകൊണ്ട് ചൊവ്വായിൽ ജീവൻ ഉണ്ടാകും എന്ന് ആളുകൾ ക്ലെയിം ചെയ്യാറുണ്ട്. എന്നിട്ട് അത് ബൈബിളിന് എതിരാണെന്ന് ക്ലെയിം ചെയ്യാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ബൈബിൾ ഭൂമിയിലുള്ള ജീവനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ചൊവ്വയിൽ മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ നക്ഷത്രങ്ങളിലും ജീവൻ ഉണ്ടെങ്കിലും ബൈബിളുമായിട്ട് അതിനൊരു കോൺഫ്ലിക്റ്റ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ കഴിഞ്ഞ വീഡിയോയിൽ അനലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു. ലേറ്റസ്റ്റ് അനാലിസിസിയുടെ കഴിഞ്ഞ ആഴ്ച സയൻസ് ന്യൂസിൽ വന്ന അനാലിസിസിനനുസരിച്ച് ചൊവ്വയിൽ നിന്ന് എടുത്തിരിക്കുന്ന 70,000 ഫോട്ടോഗ്രാഫ്സ് അനലൈസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ചൊവ്വയിൽ വെള്ളമില്ല, വെള്ളം ഉണ്ടെന്ന് ചിന്തിച്ച ഫോട്ടോഗ്രാഫ്സിലൊക്കെ കാണുന്നത് വെറും ചൊവ്വയിൽ കാറ്റ് പറക്കുന്നതിന്റെ കാരണം കൊണ്ട് ഉണ്ടാകുന്ന നിഴലുകൾ മാത്രമാണ്. ഇന്ന് ബൈബിൾ ആൻഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു വിഷയം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഈ പ്രപഞ്ചത്തിന് എത്ര ആയുസ് ദൈർഘ്യമുണ്ട്. ബൈബിൾ വായിച്ചാല് പ്രപഞ്ചം വളരെ യങ്ങാണെന്നാണ് വ്യക്തം. ശാസ്ത്രലോകം പറയുന്നത് ഇന്ന് പ്രപഞ്ചത്തിന് 14 അല്ലെ 15.5 ബില്യൺ അല്ലെങ്കിൽ 15,000 കോടി വർഷം പഴക്കമുണ്ടെന്നാണ്. പലരും ചോദിക്കുന്നത്, പ്രപഞ്ചത്തിന് 15,000 കോടി വർഷം പഴക്കമുണ്ടെന്ന് സയൻസ് പറയുന്നു, എന്നാൽ ബൈബിള് അത്രയും പറയുന്നില്ല. അതുകൊണ്ട് ശാസ്ത്രം ബൈബിളിന്റെ തെറ്റാണെന്ന് തെളിയിച്ചു. ഇവിടെ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഏതാണ്ട് എൻ്റെ യുവകാലത്ത് ഏതാണ്ട് 40-50 വർഷം മുൻപ് പ്രപഞ്ചത്തിന്റെ ആയുസ് ഏതാണ്ട് 4,500 കോടി എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇന്ന് അത് 15,000 കോടിയാണ്, നാളെ അത് 20,000 കോടിയാകും. അപ്പൊ ഈ പറയുന്ന നമ്പർ അതിൽ തന്നെ ഫിക്സ്ഡ് അല്ല. അത് ഫിക്സ്ഡ് അല്ലാത്തത് കൊണ്ട് ഈ പറയുന്നത് ഒരു ഫൈനൽ വാല്യൂ അല്ല. അതുകൊണ്ട് ആ വാല്യൂ ഉപയോഗിച്ച് ഒരു കാര്യത്തെയും കണ്ണിക്കാൻ സാധിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രപഞ്ചത്തിന്റെ സ്ട്രക്ചറും പ്രപഞ്ചത്തിന്റെ ഏജും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് ലേറ്റസ്റ്റ് ഒരു ഗവേഷണം നടത്തിയത്, അതിൽ നിന്ന് നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. അതിന് മുൻപ് ഈ പ്രപഞ്ചം വളരെ യങ് ആണെന്ന് ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം പറയട്ടെ. 10 കൽപ്പന പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആവർത്തന പുസ്തകത്തിൽ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവം ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സർവ്വത്തെയും 7 ദിവസം കൊണ്ടല്ലോ സൃഷ്ടിച്ചതാണ്. ആ 7 ദിവസത്തെ സൃഷ്ടി തൊട്ട് ബൈബിളിലുള്ള ക്രോണോളജി നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 10,000 വർഷത്തിന്റെ അപ്പുറത്ത് പോകത്തില്ല. 10,000 ഞാൻ പറയുന്നതിന്റെ കാരണം അവിടെ എവിടെയും ചില ഗ്യാപ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മനുഷ്യ സൃഷ്ടി തൊട്ട് മനുഷ്യൻ പാപം ചെയ്ത അത് എത്ര വർഷമാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതെല്ലാം കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഒരു പരമാവധി 10,000 വർഷമാണ്, അതിൻ്റെ അപ്പുറത്ത് കടന്നു പോകത്തില്ല. അപ്പൊ ഈ 10,000 വർഷവും 15,000 കോടി വർഷവും തമ്മിൽ എങ്ങനെ റിക്കൺസൈൽ ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. മറു ചോദ്യം, ഇത് തമ്മിൽ പൊരുത്തപ്പെടുത്തേണ്ട അല്ലെങ്കിൽ റിക്കൺസൈൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം 2 ഒരേ കാര്യമാണോ പറയുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതാണ്. നമ്മളെല്ലാം സ്കൂൾസിലും കോളേജസിലും ജിയോമെട്രി പഠിച്ചിട്ടുണ്ട്. അതിന് യൂക്ലിഡിയൻ ജിയോമെട്രി എന്നാ പറയുന്നത്. കാരണം യൂക്ലിഡ് ആണ് അത് കണ്ടുപിടിച്ചത്.
ജോമെട്രി മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന ട്രിഗ്നോമെട്രി യൂക്ലിഡിയനാണ്. പ്രപഞ്ചത്തിന്റെ സ്ട്രക്ചർ യൂക്ലിഡിയൻ ആണോ അതോ നോൺ യൂക്ലിഡിയൻ ആണോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഇതുവരെ ഒരു ഫൈനൽ കണ്ടുപിടുത്തം വന്നിട്ടില്ല. പ്രപഞ്ചത്തിന്റെ സ്ട്രക്ചർ നോൺ യൂക്ലിഡിയൻ ആണെന്ന് ക്രിസ്തീയ ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെട്ടു തുടങ്ങിയിട്ട് 50 വർഷത്തിലധികമായിട്ടുണ്ട്. സയൻസ് ഫിക്ഷനിൽ പ്രപഞ്ചം നോൺ യൂക്ലിഡിയൻ ആണെന്ന് സങ്കല്പിച്ച് ധാരാളം സ്റ്റോറീസ് സയൻസ് ഫിക്ഷൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സ്റ്റാർ ട്രെക്ക്. സയൻസ് ഫിക്ഷനിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വേം ഹോൾ. ഈ വേംസ് മരങ്ങളിൽ കൂടെ ഹോൾസ് ക്രിയേറ്റ് ചെയ്ത് അതിൽ കൂടെ മൂവ് ചെയ്യാറുണ്ട്. മണ്ണിൽ കൂടെ മണ്ണിൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതിനൊക്കെയാണ് വേം ഹോൾസ് എന്ന് പറയുന്നത്. ശാസ്ത്രത്തിൽ അതൊരു ശാസ്ത്രീയ കൺസെപ്റ്റിന് വേണ്ടിയാണ് വേം ഹോൾ ഉപയോഗിക്കുന്നത്. ഈ സ്റ്റാർ ട്രെക്ക് അല്ലെ അതുപോലുള്ള സയൻസ് ഫിക്ഷനിലൊക്കെ ഒരു സ്ഥലത്തുനിന്ന് 1500 കോടി അല്ലെ 5000 കോടി അല്ലെ 15000 കോടി പ്രകാശവർഷം ദൂരമുള്ള ഈ ഗാലക്സിയിലോട്ട് വേം ഹോൾസിൽ കൂടെ ജമ്പ് ചെയ്യും. 10 മിനിറ്റ് എടുക്കത്തുള്ളൂ, അല്ലെ ചിലപ്പോൾ 1 മിനിറ്റ് എടുക്കത്തുള്ളൂ. സോ 1500 കോടി അല്ലെ 15000 കോടി വർഷങ്ങൾ പ്രകാശവർഷം ദൂരമുള്ള അല്ലെ ദൂരം എന്ന് തോന്നുന്ന ഒരു സ്ഥലം അല്ലെ ഒരു ഗാലക്സി ഒരു വേം ഹോളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പം 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റിന്റെ ദൂരമേ ഉള്ളൂ. ആസ്ട്രോണമിയിലെ ദൂരവും ഏജും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വർഷം പ്രകാശം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. ഒരു നക്ഷത്രം 10,000 ലൈറ്റ് ഇയർ ദൂരെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഭൂമി വരെ പ്രകാശം എത്താൻ 10,000 വർഷം എടുത്തു എന്നും നമുക്ക് പറയാൻ സാധിക്കും. അപ്പം 15,000 കോടി വർഷം മുൻപുള്ള ഒരു സ്റ്റാറിൽ നിന്ന് ഭൂമി വരെ പ്രകാശം എത്താൻ വേണ്ടി 15,000 കോടി വർഷം എടുത്തു. അതുകൊണ്ട് 15,000 കോടി വർഷം തൊട്ട് ആ നക്ഷത്രം അവിടെ ആസ്തിക്യത്തിലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അതിന് 15,000 കോടി വർഷം പഴക്കമുണ്ട്. അപ്പം ഈ ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ള ആ കണക്ഷൻ ഞാൻ ഓർപ്പിക്കും. വേം ഹോൾസ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് ഇത് സൈദ്ധാന്തികമായി, എന്നാൽ കഴിഞ്ഞ ആഴ്ച സയൻസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ഈ സൈദ്ധാന്തിക കൺസെപ്റ്റ് സാധ്യമാണെന്നുള്ളത് ആദ്യമായിട്ട് ലാബറട്ടറിയിൽ തെളിയിക്കപ്പെട്ടു. ഓർഡിനറി കമ്പ്യൂട്ടേഴ്സും കൊണ്ടൊന്നും അത് സാധിക്കത്തില്ല. അതിനെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് വേം ഹോളിൻ്റെ ഒരു എക്സാക്ട് സ്ട്രക്ചർ കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സ്ട്രക്ചറിന്റെ ഒരു സൈഡിൽ നിന്ന് ഡേറ്റ മറ്റേ സൈഡിലോട്ട് അയച്ചു. അങ്ങനെ ഡേറ്റ വേം ഹോളിൽ കൂടെ കടന്ന് മറ്റേ സൈഡിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഡേറ്റയ്ക്ക് യാതൊരു രീതിയിലുള്ള കറപ്ഷൻ ഉണ്ടായില്ല എന്ന് വ്യക്തമായി. ഈ എക്സ്പെരിമെന്റിൽ കൂടെ തെളിഞ്ഞത് വേം ഹോൾസിൽ കൂടെ കടന്നു പോകാൻ സാധിക്കുമെന്നും വേം ഹോൾസിൽ കൂടെ കടന്നു പോയാൽ ഡേറ്റയ്ക്ക് യാതൊരു കറപ്ഷൻ ഉണ്ടാകത്തില്ലെന്നും ഈ സ്റ്റാർ ട്രെക്കും സ്റ്റാർ ട്രാവൽ ഇതെല്ലാം ബേസിക്കലി ഡേറ്റയിൽ അധിഷ്ഠിതമാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പൊ അങ്ങനെ ഈ എക്സ്പെരിമെന്റിൽ കൂടെ പ്രപഞ്ചം 15,000 കോടിയോ 50,000 കോടിയോ വർഷം പഴക്കം ഉള്ളത് എന്ന് തോന്നിയാൽ പോലും 10,000-ൽ കുറവ് ആകാം എന്നുള്ളത് ഇതുവരെ അത് സയൻസ് ഫിക്ഷനാണ്. ഇന്ന് അത് സാധ്യമാണെന്നുള്ളത് സയൻസിന്റെ എക്സ്പെരിമെന്റിൽ കൂടെ വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സൈഡിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന് 10,000 വർഷത്തിൽ കുറവേ ആയുസുള്ളൂ എന്ന് ബൈബിൾ പറയുന്നതും കണ്ടിട്ട് 15 കോടി 15,000 കോടി ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതും തമ്മിൽ യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ല. ഫിസിക്സിലെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമായിരിക്കും. അതുകൊണ്ട് ഒരു ഉദാഹരണത്തിൽ കൂടെ ഞാനത് വ്യക്തമാക്കട്ടെ. നമ്മൾ വലിയൊരു മതിലിന്റെ മുന്നിൽ നിൽക്കുവാണ് എന്ന് സങ്കല്പിക്കുക.
മതിലിന്റെ അപ്പുറത്തുള്ളതൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്നാൽ അപ്പുറത്തൊന്ന് സൗണ്ട് വരും. ആ മതിൽ നിൽക്കുന്ന ആളിന്റെ ലെഫ്റ്റിലോട്ട് 100 കിലോമീറ്റർ ഉണ്ട്, റൈറ്റിലോട്ട് 100 കിലോമീറ്റർ ഉണ്ട്, മുകളിലോട്ട് 100 കിലോമീറ്റർ ഉണ്ട്. ഈ സൈഡിൽ നിന്ന് നമ്മൾ വിളിച്ചു ചോദിക്കുന്നു, അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ, അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? അവിടുന്ന് മറുപടി വരുന്നു, ഇപ്പുറത്ത് ആളുണ്ട്. അപ്പം ഈ മതിലിന്റെ അപ്പുറത്ത് ആളുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞ് ആ ആളിന്റെ അടുത്ത് എത്തണമെങ്കിൽ നമ്മൾ ഒന്നിൽ ലെഫ്റ്റിലോട്ട് അല്ലെ റൈറ്റിലോട്ട് 100 കിലോമീറ്റർ നടന്നിട്ട് പിന്നെ 100 കിലോമീറ്റർ നടന്ന് ആ വ്യക്തിയുടെ അടുത്ത് എത്തണം. സോ ഈ മതിലിന്റെ അപ്പുറത്തുള്ള ഒരാളിന്റെ അടുത്ത് എത്തണമെങ്കിൽ നമ്മൾ 200 കിലോമീറ്റർ യാത്ര ചെയ്യണം. 200 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടത് കൊണ്ട് ആ വ്യക്തി നമ്മിൽ നിന്ന് 200 കിലോമീറ്റർ ദൂരെയാണെന്ന് പറഞ്ഞാൽ അതിന് തെറ്റില്ല. എന്നാൽ ആ സമയത്ത് ആരെങ്കിലും ആ മതിലിൽ ഒരു ടണൽ കിഴിക്കുകയാണെന്ന് വെക്കുക. അങ്ങനെ ആ മതിലിൽ ഒരു ടണൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ആ മതിലിന്റെ അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ മതിലിന്റെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയെ കാണാം. നാം നിൽക്കുന്നിടത്തു നിന്ന് ഒരു 4-5 അടി മാത്രമേ ദൂരമുള്ളൂ. അപ്പൊ മതിലിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി വെറും 5 അടി ദൂരവുമാകാം, 200 കിലോമീറ്റർ ദൂരവുമാകാം. ഏത് രീതിയിലാണ് നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് എത്തുന്നത് അതിനനുസരിച്ചിരിക്കും ദൂരം എത്രയും. ഇതാണ് വേം ഹോൾസ്. അപ്പോൾ വേം ഹോൾസ് എന്നുള്ള ഈ കൺസെപ്റ്റ് ഈ സയൻസ് ഫിക്ഷൻകാർ ഉപയോഗിച്ചെങ്കിലും അത് വെറും ഒരു സൈദ്ധാന്തിക കൺസെപ്റ്റ് ആയിരുന്നു. എന്നാൽ അത് സാധ്യമാണെന്നുള്ളത് കഴിഞ്ഞ ആഴ്ച വ്യക്തമായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച്. ഇതിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രപഞ്ചത്തിന് 10,000 വർഷമോ അതിൽ കുറവേ ഏജ് ഉള്ളെന്ന് ബൈബിൾ പറയുമ്പോൾ ശാസ്ത്രത്തിന്റെ പല മെത്തേഡ്സ് ഉപയോഗിച്ച് നോക്കുമ്പോൾ ചിലപ്പം 5 കോടി 10 കോടി 15 കോടി അല്ലെ ചിലപ്പോൾ 50 കോടി എന്ന് തോന്നിയെന്നിരിക്കും. ഇത് തമ്മിൽ യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ല. കാരണം പ്രപഞ്ചം യൂക്ലീഡിയൻ അല്ല എന്നുള്ളത് ഇപ്പം വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് പല രീതിയിലുള്ള പ്രതിഭാസങ്ങളിൽ കൂടെ പ്രപഞ്ചം യൂക്ലീഡിയൻ അല്ല, നോൺ യൂക്ലീഡിയൻ ആണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് സ്റ്റഡീസ് നടക്കുന്നു. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ബൈബിൾ പ്രപഞ്ചത്തെ 10,000 വർഷം പഴക്കമുള്ളതെന്ന് പറയുന്നത് ശാസ്ത്രവുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഫ്ലിക്റ്റ് അല്ല എന്ന് ദൈവജനം മനസ്സിലാക്കണം. കാരണം പ്രപഞ്ചം യൂക്ലീഡിയൻ ആണെന്ന് സങ്കല്പിച്ചാണ് അവർ ഈ അവകാശവാദം ചെയ്യുന്നത്. യൂക്ലീഡിയൻ അല്ല എങ്കിൽ അവരുടെ ഈ അവകാശവാദം ശരിയല്ല എന്ന് നമുക്കറിയാം. ആൻഡ് നോൺ യൂക്ലീഡിയൻ സ്ട്രക്ചർ അത് സാധ്യമാണ് എന്നുള്ളത് ഇപ്പം ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കും? അത് വർഷങ്ങളെടുക്കും. ശാസ്ത്രത്തിൽ ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ 10, 20, ചിലപ്പോൾ 40, 50, ചിലപ്പോൾ 100 വർഷം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് കണ്ടുപിടുത്തങ്ങൾ വരുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ക്ലോസ് ചെയ്യട്ടെ. നിങ്ങളെല്ലാം ദൈവഗണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ദൈവഗണം എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അത് തെറ്റായ ഒരു പേരാണ്. അതിൻ്റെ ശരിയായ പേര് ഹിഗ്സ് ബോസോൺ എന്നാണ്. ഹിഗ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് ഇങ്ങനെയുള്ള കണങ്ങൾ ഉണ്ട് എന്ന് പ്രപ്പോസ് ചെയ്തത്. എന്നാൽ ആ ശാസ്ത്രജ്ഞൻ പ്രപ്പോസ് ചെയ്ത് 10, 20, 30, 40 വർഷം കഴിഞ്ഞിട്ടും ആ കണം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ആ ശാസ്ത്രജ്ഞൻ തന്നെ ഒത്തിരി ഡിപ്രസ്ഡ് ആയാണ്. എന്നാൽ ഫൈനലി ആ പാർട്ടിക്കിൾ കണ്ടുപിടിച്ചു. ശാസ്ത്രത്തിൽ ഒരു കാര്യം പ്രപ്പോസ് ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതും തമ്മിൽ ദശാബ്ദങ്ങളുടെയും ചിലപ്പോൾ അതിലധികം വർഷങ്ങളുടെ ഗ്യാപ്പ് വരും. ഇപ്പം ഏതായാലും ഈ പ്രപഞ്ചം യൂക്ലീഡിയൻ അല്ല എന്ന് ക്രിസ്ത്യൻ സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തു. നോൺ യൂക്ലീഡിയൻ ആണെങ്കിൽ ഈ വേം ഹോൾസ് ഉണ്ടാകും. അതിൽ കൂടെ ആ ഡിസ്റ്റൻസ് പ്രാക്ടിക്കലി ഇല്ലാതെയാകും എന്നും ഓൾറെഡി നമുക്കറിയാം. അത് പോസിബിൾ ആണെന്നുള്ളത് കഴിഞ്ഞ ആഴ്ച ഡെമോൺസ്ട്രേഷൻ വന്നു. ആൻഡ് ഞാൻ ഓർപ്പിക്കട്ടെ, അസ്ട്രോണമിയിൽ ഏജും ഡിസ്റ്റൻസും തമ്മിൽ റിലേറ്റഡ് ആണ്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വർഷമാണെന്ന് തോന്നുന്നു, എന്നാൽ അതൊരു ഡിസ്റ്റൻസ് കൂടാണ്. അപ്പം 1500
10,500 കോടി വർഷങ്ങൾ പ്രപഞ്ചത്തിന് പഴക്കമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സൈസും അത്രയും ഉണ്ടെന്ന്. സൈസും ഏജും തമ്മിൽ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ ഈ സംസാരിച്ചതിൽ സയൻസിൽ പ്രപഞ്ചത്തിന്റെ ഏജ് ആൻഡ് ഡിസ്റ്റൻസ് ഇതെല്ലാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ പ്രപഞ്ചത്തിന് 15,000 കോടി വർഷം പഴക്കം ഉണ്ടെന്ന് ശാസ്ത്രത്തിന്റെ ചില എക്സ്പെരിമെന്റ്സിന് തോന്നിക്കഴിഞ്ഞാൽ പ്രപഞ്ചം നോൺ യൂക്ലിഡിയൻ അല്ലെങ്കിൽ 10,000 വർഷത്തിൽ കുറവ് പഴക്കമേ കാണത്തുള്ളൂ എന്നുള്ളത് ഇപ്പം ലേറ്റസ്റ്റ് എക്സ്പെരിമെന്റും കൊണ്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഈ വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ വളരെ സിമ്പിൾ ഭാഷയിൽ പ്രസന്റ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സിമ്പിൾ പ്രസന്റേഷന്റെ പുറകെ വളരെയധികം സ്റ്റഡീസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. എൻ്റെ ഫീൽഡ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ആണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പ്രോട്ടോൺസിന്റെ ന്യൂട്രോൺസിന്റെ അകത്തുള്ള ക്വാർക്ക് സ്ട്രക്ചർ ആയിരുന്നു എൻ്റെ ഗവേഷണത്തിന്റെ വിഷയം. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം ഞാൻ റെഗുലറായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ വായിച്ചു പഠിച്ചു മനസ്സിലാക്കി കോമൺ മാൻ്റെ ഭാഷയിൽ ഇത് പ്രസന്റ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഇത് വളരെ ശ്രമം വേണ്ട ഒരു വർക്ക് ആയതുകൊണ്ട് നിങ്ങളുടെ എൻകറേജ്മെന്റ് വേണം. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ആവശ്യത്തിന് അത് ഒരു എൻകറേജ്മെന്റ് ആകുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. യുക്തിവാദികൾ അവരുടെ ആശയങ്ങളെ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യും. നമ്മളും സ്പ്രെഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോയുടെ താഴെയുള്ള ആരോ ക്ലിക്ക് ചെയ്ത് സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു വീഡിയോയും മിസ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.